ഈ മലയ്ക്ക് മുകളിലാണ് രാജമ്മ അമ്മൂമ്മയുടെ വീട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. വാ. ഞങ്ങൾ വന്നിട്ട് 10 കൊല്ലം വരെ ആയി, വഴി കൂടുതലായി. അപ്പോൾ അന്ന് തൊട്ടേ ഈ വഴി കൂടെ നടന്നു പോകാൻ ഇതേപോലത്തെ വഴിയും തന്നെ. ചിലൊക്കെ ആശുപത്രിയിലൊക്കെ ആളുകളെ കൊണ്ടുപോകാൻ പാട്. ഇതൊന്നും കയറി പോകാതെ ഇരിക്കാനും ഒക്കില്ല. നോക്കി പോണം, കല്ലൊക്കെ ഉണ്ടല്ലേ. 80-ാം വയസ്സിലും രാജമ്മയമ്മൂമ്മ കുത്തനെയുള്ള മലയെ തോൽപ്പിച്ച് കയറും. ഉരുളൻ പാറക്കൂട്ടങ്ങളെ കാൽച്ചുവട്ടിലാക്കും. തേക്കടയിലെ പ്രധാന റോഡിൽ നിന്ന് ചെങ്കുത്തായി ഈ കയറ്റം കീഴടക്കണം വീടെത്താൻ. തല ചായ്ക്കാൻ വെള്ളം വരുന്ന പൈപ്പാണോ ഇത്? ഇത് തന്നെ വെള്ളം വേണ്ട. വെള്ളം കിട്ടുന്നുണ്ടോ? ഇപ്പോഴില്ല, വെള്ളം വന്നില്ല. വല്ല പേർക്കാ വരും. ഇവിടെയായിരുന്നു രാജമ്മയും മകനും താമസിച്ചിരുന്നത്. 4 വർഷം മുമ്പ് കൂര മഴ കൊണ്ടുപോയി. പിന്നീട് പടുത കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ചായ്പ്. രാജമ്മയമ്മൂമ്മയും മകനും ഇളയ മകളും കൊച്ചുമക്കളും എല്ലാം അന്തി ഉറങ്ങുന്നത് ഇവിടെ. പന്നിയും പാമ്പും വിഹരിക്കുന്നയിടത്ത് ഇവരാണ് സംരക്ഷകർ. ഈ 3 പട്ടികളാണ് സാറേ രക്ഷിക്കണം. ഈ 3 പട്ടികൾ തന്നെ രക്ഷിക്കണം. അല്ലാതെ മനുഷ്യനും മണ്ണിൽ ആരും വരില്ല. കാറ്റ് കടിക്കുകയും ഇടിപൊട്ടുകയൊക്കെ ചെയ്യുമ്പോൾ പേടിയാണ്. അവിടെ കിടന്നാലും പേടി തന്നെയായിരുന്നു. ടാർപ്പ് 8 മൂടിയിരിക്കണല്ലേ. അപ്പം പിന്നെ പേടി ഇല്ലാതെ ഇരിക്കില്ലല്ലോ. പേടിക്കുമ്പോൾ ദൈവങ്ങളെയും വിളിച്ചിട്ടൊന്ന് കിടക്കും. അല്ലാതെ ഞാനൊരു പേടിയൊന്നും വന്ന് പോകാനൊക്കില്ലല്ലോ അങ്ങോട്ട്. അതുകൊണ്ട് അവിടെ തന്നെ കിടക്കണത്. സ്ഥലത്തിന് പട്ടയമുണ്ട്, പക്ഷെ കരമടയ്ക്കാൻ നിയമത്തിന്റെ നൂലാമാലകളാണ് തടസ്സം. അവർ പറയണ കരം തീരെ ഇല്ലാത്തതിനെ കൊണ്ട്, പിന്നെ ഈ തേരി കയറി വരാൻ പാങ്ങില്ല കൊണ്ട് വരാൻ പാങ്ങില്ല, അതിനെ കൊണ്ട് ഇല്ലെന്നാണ് പറയുന്നത്. ഇടിഞ്ഞു വീഴുന്നാലും ഞങ്ങളങ്ങോട്ട് ഓടും സാറേ. അങ്ങോട്ടും പോകാനൊക്കെ ഇല്ലല്ല. എന്നാലും ഇവിടെ കിടന്ന് തറിയണ്ണ ഞങ്ങൾ മരിക്കും. അല്ലാതെ എന്താ ചെയ്യുക? അപകടം മൂടിയ മയിലാടുംപാറയുടെ അടിവാരത്ത് നിന്ന് ഇവരുടേതുൾപ്പെടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ലൈഫ് അഭിമാന പദ്ധതിയാണെന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ഇതൊന്ന് കേൾക്കണം. അർഹതയുണ്ടായിട്ടും രാജമ്മയെ പോലെ ഒട്ടേറെ പേർ ഇപ്പോഴും ആ പദ്ധതിക്ക് പുറത്താണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കാം. രാജമ്മയുടെ വീടിന് സമീപം മകൾ താമസിക്കുന്നുണ്ട്. ആ വീടിന്റെ അവസ്ഥ കൂടി ഒന്ന് കാണാം. വരും. എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന ഈ വീട്ടിലാണ് രാജമ്മയുടെ മകളും കുടുംബവും താമസിക്കുന്നത്. ഒരു അപകടമുണ്ടായ ശേഷം സഹായം എത്തിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇവർക്കെല്ലാം എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പാക്കണം. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.